ബീനാസ് ട്രെയിനിങ് ക്ലാസ് 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്റർ ആവുന്നില്ല. ഞാൻ ചാപ്റ്റർ കൊടുത്തില്ലായിരുന്നു അല്ലേ? അതെ, 10ാമത്തെ ചാപ്റ്ററാണ്. ഏതാണെന്നറിയോ? നമ്പർ റിലേഷൻസ്, സംഖ്യാബന്ധങ്ങൾ. നമ്മൾ ആദ്യത്തെ 9 ചാപ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടെന്നും ക്രിസ്മസ് എക്സാം പോയി എഴുതിയെന്നും ഒക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലതുപോലൊക്കെ എഴുതിയായിരുന്നോ നിങ്ങളെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓണപ്പരീക്ഷയെക്കാട്ടിൽ എളുപ്പമല്ലായിരുന്നോ ക്രിസ്മസ് പരീക്ഷ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ? കുഴപ്പമില്ലായിരുന്നു തോന്നുന്നല്ലേ? അപ്പം നമ്മൾ ഈ നമ്പർ റിലേഷൻസിൻ്റെ 2 പാർട്ട് ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇനി അഥവാ 1ഉം 2ഉം പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ അതായത് 2 അക്ക സംഖ്യകളിലെ നിങ്ങളെ 2 അക്ക സംഖ്യകളിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, 3 അക്ക സംഖ്യകൾ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലോ. അതായത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇതാണ്ട് ഈ ടെസ്റ്റ് ഇതാണ്. നമ്മുടെ തിയറം വെച്ചിട്ട് ഫസ്റ്റ് നോക്കൂ നിങ്ങളെ, ഏത് 2 അക്ക സംഖ്യയും അതൊന്ന് കേൾക്കണേ നിങ്ങൾ, ഏതോ ആയിക്കോട്ടെ, ഏത് 2 അക്ക സംഖ്യയും 9നെ കേട്ടോണേ, 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഉണ്ടേ നിങ്ങൾ കേട്ടോ. 2 ടെസ്റ്റും ഉണ്ട്. കണ്ട് എനി 2 ഡിജിറ്റ് നമ്പർ ഈസ് ഗോ ടു ബൈ മൾട്ടിപ്ലൈയിങ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബൈ 9 ആൻഡ് ആഡിങ് ദ സം ഓഫ് ദ 2 ഡിജിറ്റ്. അല്ല, മനസ്സിലായോ? അതായത് നമ്മുടെ ആദ്യത്തെ ഏത് 2 അക്ക സംഖ്യ, നമ്മളിപ്പോൾ ആദ്യമേ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാ ഇത് നമ്മൾ 2 പാർട്ടിലും പറഞ്ഞതാ. എന്നാലും 1ഉം 2ഉം പാർട്ട് കിട്ടാത്തവർക്ക് ഇപ്പം അറിയാമെങ്കിൽ തന്നെ അത് ഒന്നുകൂടെ കേൾക്കുന്നതല്ലേ നിങ്ങളെ. ഏത് 2 അക്ക സംഖ്യയും 2 അക്കമാണേ, കാരണം ഇനി നമ്മൾ 3 അക്കം പഠിക്കണം, 4 അക്കം പഠിക്കണം. അതുകൊണ്ട് ആദ്യമേ പറയുന്നത് നിങ്ങൾ 2 അക്കമാണ് കേട്ടോ. ഏത് 2 അക്ക സംഖ്യയും 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ചിട്ട് ഈ അക്കങ്ങളുടെ തുക കൂട്ടിയതാണ് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അല്ലോ, മനസ്സിലായോ? എൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ നോക്കിക്കേ. ഇപ്പം 32 എന്ന് പറയുന്ന ഒരു നമ്പർ, എത്ര? 32 2 അക്ക സംഖ്യയല്ലേ? ഇല്ലയോ? 2 അക്ക എന്ന് വെച്ചാൽ എന്താ? 1 2 2 അക്കം, 2 ഡിജിറ്റ് അല്ലേ? 2 അക്ക സംഖ്യയാണ്. ഈ 2 അക്ക സംഖ്യ തുടങ്ങുന്നത് എത്ര മുതലാവും നിങ്ങളെ? 10 കേട്ടോ. 10 മുതൽ 99 വരെയുള്ളതിനെയാണ് കേട്ടോ എന്താ 2 ഡിജിറ്റ് നമ്പർ, 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 2 അക്ക സംഖ്യയിൽ 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് 9നെ കേട്ടോ, ഇവിടെ 9ആണ് നമ്മൾ തുടങ്ങിയപ്പോൾ മുതലേ പറയുന്നത് 9 ഇവിടുത്തെയാണ് അല്ലേ. അപ്പം 9നെ നോക്കിക്കേ, 9നെ ആദ്യത്തെ അക്കം ആരാ ഇവിടുത്തെ? 3 ആണ് കേട്ടോ. 9നെ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ചിട്ട് കണ്ടോ, അതിനെ ഇങ്ങനെ ബ്രാക്കറ്റിൽ കയറ്റണം കേട്ടോ. അതിനെ ഗുണിച്ച്, അപ്പോൾ അതിൻ്റെ കഴിഞ്ഞു. എന്നിട്ടോ ഗുണിച്ചിട്ട് അക്കങ്ങളുടെ തുക. ഈ അക്കങ്ങൾ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത് അതിൻ്റെ നോക്കി, ആഡിങ് ദ സം ഓഫ് ദ 2 ഡിജിറ്റ് കേട്ടോ. എന്ന് വെച്ചാൽ അക്കങ്ങളുടെ തുക എന്ന് വെച്ചാൽ ഇതാ കുഞ്ഞുങ്ങളുടെ നമ്മുടെ അക്കം കേട്ടോ. ഡിജിറ്റ് എന്ന് വെച്ചാൽ ഇതാ. അപ്പോൾ ഇവിടെ 32 അല്ലേ? 32 അതാണ്. ഇത് 2 എണ്ണമാണ് അക്കങ്ങൾ കേട്ടോ. ഈ അക്കങ്ങളുടെ തുക കൂട്ടി എഴുതാൻ നോക്കിക്കേ, 3ഉം 2ഉമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കൂട്ടേണ്ടത്? ഏതൊക്കെയാണ് ഇവിടെ? 3ഉം 2ഉമാണ്. ഇപ്പം മനസ്സിലായോ? ഇതാണ് 2 ഡിജിറ്റ് നമ്പറിൻ്റെ നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞതാ, 1ഉം 2ഉം പാർട്ടി പറഞ്ഞതാണ്. നമ്മുടെ ഒന്നാമത്തെ അടി പച്ച കളർ കൊടുത്തേക്കുന്നുണ്ടോ? എന്താ? ഏത് 2 അക്ക സംഖ്യയും, ഏതോ ആയിക്കോട്ടെ, 2 അക്ക സംഖ്യയും 9നെ 9 9 ആണ് ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് തന്നിരിക്കുന്ന 2 അക്കത്തിൽ 2 ഡിജിറ്റിൽ ഫസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം കേട്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അത് ബ്രാക്കറ്റിൽ കൊടുക്കുക. പിന്നെ ആഡ് ചെയ്യേണ്ട സമ്മ് കാണേണ്ട ഏതാ? ഈ 2 എണ്ണവും കൂടെ കൂട്ടണം, 3ഉം 2ഉം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 3 പ്ലസ് 3ഉം 2ഉം 5. അത് ഇങ്ങനെ എഴുതണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലായോ? ഇനി ഇത് മാത്രമേ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാ സംഖ്യയും നമുക്ക് അങ്ങനെ എഴുതാം. നോക്കി, 2 ഡിജിറ്റ് ഞാൻ ഒരെണ്ണോടെ പറയാം കുഞ്ഞുങ്ങളെ, 45. മനസ്സിലാവുന്നുണ്ടോ? ഈ 1ഉം 2ഉം പാർട്ട് അഥവാ കാണാത്തവർക്ക് ഇത് കിട്ടി. മനസ്സിലായോ? ഈ തീറ ഒന്നാമത്തെ നമ്മുടെ പേജ് നമ്പർ 149 നോക്കിയേ, 2 ഡിജിറ്റ് നമ്പർ കേട്ടല്ലോ. 2 അക്ക സംഖ്യയാണ്, 9 നിങ്ങൾ ഈ ചാപ്റ്ററിൽ കേട്ടോ, ഈ ചാപ്റ്റർ എളുപ്പമാവും നിങ്ങളെ. ഈ ചാപ്റ്ററിലെ ഏത് കണക്ക് വെച്ചാലും ആദ്യത്തെ ആള് ഈ പുള്ളിക്കാരനാണ് കേട്ടോ. ഇദ്ദേഹത്തെ വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. ആരാ? 9 കേട്ടോ. 9നെ എന്ത് വെച്ചാണ്? ഫസ്റ്റ് നമ്പർ വെച്ച് കേട്ടോ. ഇത് 3-4 എണ്ണം അങ്ങ് തന്നെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എളുപ്പം നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് നമ്പർ ആരാ? 4 വെച്ച് ഇൻറ്റു ചെയ്തു. പിന്നെന്താ കൂട്ടേണ്ടത്? ആരെയാ ഇതിനെ 2നെയും കൂടെ കൂട്ടേണ്ടത്? 5 4 9. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ ഇത്രയും കിടന്ന് ചുറ്റിക്കുന്നത്. അപ്പം ഇൻറ്റു ആയി, ഗുണിക്കാനുമായി, കൂട്ടാനുമായി. സംശയമുണ്ടോ?
ഇനി സംശയം ഉണ്ടോ? ഒരെണ്ണോടെ പറയണോ? വേണോ? എന്നാൽ ഞാൻ ഒരെണ്ണോടെ പറയാം. നോക്കൂ കുഞ്ഞുങ്ങളെ, 39 കേട്ടോ. 30 നമ്മൾ കുറേ ചെയ്തതാ, 1ഉം 2ഉം പാർട്ടി ചെയ്തതാ. ഇനി അഥവാ കേട്ടോ ക്രിസ്മസിൻ്റെ കേക്കൊക്കെ നമ്മൾ കഴിച്ചില്ലേ, അപ്പം ചെന്നപ്പം നമുക്കിനി എന്തെങ്കിലും മറവിയല്ലോ ഉണ്ടായാലോ. അപ്പം നമുക്ക് നോക്കിക്കേ, 9 നമ്മൾ ഫസ്റ്റിൽ എഴുതാം. 9 ആണേ കേട്ടോ, അത് ഓർത്തോണേ, അത് ആദ്യമേ എഴുതണേ. ഇത് എങ്ങനെ ചെയ്യുമെന്ന് ഒരു ഡൗട്ടും വേണ്ട. ഫസ്റ്റ് 9 എഴുതുക, ഇൻറ്റു അടിക്കുക അല്ലേ, ഇൻറ്റു അടിക്കുക. പിന്നെ ഫസ്റ്റ് നമ്പർ എഴുതുക, ഫസ്റ്റ് നമ്പർ 3 അപ്പോൾ അത് കഴിഞ്ഞു. പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുക. 9 3 എത്ര കുഞ്ഞുങ്ങളെ? 9 3 എത്ര? 12 കേട്ടോ. ഇത്രയും മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഫസ്റ്റ് 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഇത്രയും മാത്രം എഴുതിയാൽ മതി കുഞ്ഞുങ്ങൾ കേട്ടോ. അതായത് 2 അക്ക സംഖ്യയുടെ കാര്യത്തിലാണ്. 2 അക്ക സംഖ്യയെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക കുഞ്ഞുങ്ങളെ? 2 അക്ക സംഖ്യയുടെ, നിങ്ങൾ വേണേൽ ക്ലൂ വല്ലോ അങ്ങ് എഴുതി വെച്ചോ കേട്ടോ. ചുമ്മാ ഇങ്ങനെ 2 അക്ക സംഖ്യയുടെയാണ് നമ്മളോട് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ ക്ലാസ് കണ്ടവർക്ക് ഇത് അറിയാൻ വയ്യ എന്ന് പറയല്ലേ കേട്ടോ. 2 അക്ക സംഖ്യയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ഫസ്റ്റ് നമ്മൾ 9 കേട്ടോ, 9 ഏതാ ഫസ്റ്റ് ആദ്യത്തെ ഏതാ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ കൊണ്ട് ഗുണിക്കണം കേട്ടോ. 9 ആണ്, 9 വേണേ ഇവിടെ ഇൻറ്റു ഇട്ടാലും മതി. 9 കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 9 ഫസ്റ്റ് നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു അടിക്കണം. എന്നിട്ടോ അപ്പം ഇതങ്ങ് മാറ്റിക്കോ. പ്ലസ് ചെയ്യേണ്ടതെന്നറിയോ? ആ ഫസ്റ്റ് നമ്പറും അല്ലേ, 2 സംഖ്യ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് നമ്പറും കൂടെ എന്ത് ചെയ്യണം? കൂട്ടി എഴുതി വെക്കണം. ഫസ്റ്റും സെക്കൻഡും കൂടെ കൂട്ടി എഴുതി വെക്കണം. ഇതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ 9 മറക്കല്ലേ, പിടിപിടല്ലേ, 9 തന്നെ പിടിച്ചോണം കേട്ടോ. 2 അക്ക സംഖ്യ തരുന്നെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയാവും നിങ്ങൾ എന്താണ് 9 ഫസ്റ്റ് എഴുതുക കേട്ടോ. 9 ഫസ്റ്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? പിന്നെ തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ അതിൻ്റെ ആദ്യത്തെ നമ്പർ എടുത്തെഴുതുക. ഓക്കെ, ആദ്യത്തെ നമ്പർ എടുത്തെഴുതുക കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ തന്നിട്ട് 2 സംഖ്യയും കൂടെ കൂട്ടി എഴുതി വെക്കുക. 3 2 5, 4 5 9, 3 9 12. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 2 അക്ക സംഖ്യ ഓക്കെ ആണോ? ഇത് നമ്മൾ 2 വട്ടം പറഞ്ഞതാ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് 3 ഡിജിറ്റിൻ്റെ ചെയ്യാം. ഓക്കെ ആണോ? എൻ്റെ കുഞ്ഞുങ്ങൾ കമൻ്റ് ഒന്നും പറയുന്നില്ല. എന്ത് പറ്റി? മനസ്സിലാവുന്നില്ലയോ? നോക്കിക്കേ, അടുത്ത 3 ഡിജിറ്റിൻ്റെ ഇപ്പം നോക്കിയേ, 250. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു 1 ഡിജിറ്റിൻ്റെ നിങ്ങൾ എന്താണെന്നറിയോ? ഇതങ്ങ് കാണാതെ പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞതാ. എന്നാലും എൻ്റെ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ 10 ആണെങ്കിൽ കേട്ടോ, അവിടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. എന്നാലും 10 ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്? 9 എഴുതണം അല്ലേ. എന്നിട്ട് ഇൻറ്റു ആദ്യമേ ഗുണിക്കാനല്ലേ പറഞ്ഞേ? 9 കൊണ്ട് ഗുണിക്കാൻ. ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ എല്ലാം ഫസ്റ്റ് നമ്പർ ഏതാ നോക്കിയേ? ഫസ്റ്റ് 10ൻ്റെ 1, 20ൻ്റെ 2. ഫസ്റ്റ് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഫസ്റ്റ് നമ്പർ കൊണ്ട് ഗുണിക്കുക കേട്ടോ. എന്നിട്ടോ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പിന്നെ എഴുതുക. 2 + 0 2, 5 + 0 5. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗുണിക്കുകയായി കൂട്ടുകയായി. ഇപ്പം നമ്മൾ ചെയ്തതാ അല്ലേ. അതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ ഇതിപ്പോൾ 10 20 30 അല്ലേ. ഇപ്പം നമ്മളോട് 25 ചോദിക്കുന്നെങ്കിലോ? 25 ചോദിക്കുന്നെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ? ഫസ്റ്റ് 9 എഴുതുക, ഇൻറ്റു എന്ന് എഴുതുക. ഫസ്റ്റ് നമ്പർ ഏതാ? 2 ആണ്. 2 വെച്ച് ഇൻറ്റു ചെയ്തു. 9 എഴുതി, ഫസ്റ്റ് നമ്പറായ 2 വെച്ച് ഇൻറ്റു എഴുതി. പ്ലസ് ഏതാ? ഇത് രണ്ടും കൂടെ കൂട്ടണം. 2 5 7. ഇപ്പം പിടികിട്ടിയോ? ഇപ്പം 18 ആണെങ്കിലോ കുഞ്ഞുങ്ങളെ 9 എഴുതുക, ഇൻറ്റു ഫസ്റ്റ് നമ്പർ 1 ആണ്, അതെഴുതി ഇൻറ്റു കഴിഞ്ഞു. പ്ലസ് ചെയ്യേണ്ടത് ഏതാ? 1ഉം 8ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 9 കേട്ടോ. ഇപ്പം പിടികിട്ടിയോ? അങ്ങനെ 38. ഏത് സംഖ്യ ഇപ്പം 38 30 31 കണ്ടോ? ഇതിൻ്റെ ഫസ്റ്റ് നമ്പർ ഏതാ? 3 ആണ്. കൂട്ടുമ്പോൾ എത്ര ആണോ അതൊക്കെ 6 3 9. കൂട്ടുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. അങ്ങനെ ഞാൻ ഇത് ഫുള്ള് കേട്ടോ 9 വരെ ഉള്ളതും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നീ മനസ്സിലായി കാണുമല്ലോ. ഇപ്പം നോക്കൂ നിങ്ങളെ 56 9 എഴുതുക അല്ലേ, 9 എഴുതുക, ഇൻറ്റു ഫസ്റ്റ് നമ്പർ 5 ആണ്, 5 എഴുതി അല്ലേ. പ്ലസ് ചെയ്യാൻ നോക്കിയേ, പ്ലസ് 5ഉം 6ഉം 11. ഇപ്പം പിടികിട്ടി കാണുമല്ലോ അല്ലേ. ഇത് കുഞ്ഞുങ്ങളെക്കാട്ടി കൂടുതൽ രക്ഷകർത്താക്കളാണ് മിക്ക കാണുന്നതെന്ന് എനിക്ക് കമൻറ്റ് വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. കുട്ടികൾ വലുതായിട്ട് കാണുന്നില്ല, രക്ഷകർത്താക്കൾ കണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ്. അപ്പോൾ ആദ്യമേ അവർ എന്താ മനസ്സിലാക്കണേ കേട്ടോ. അമ്മമാരായാലും കുഞ്ഞുങ്ങളായാലും മനസ്സിലാവുന്നുണ്ടോ? രണ്ടായാലും നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. നമ്മളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് ഒരുപാട് ചാനലൊക്കെ കണ്ടൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാം നമുക്കങ്ങ് അറിയണമെന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരുപാട് ക്ലാസ് +2 ആയാലും ഡിഗ്രി BTechൻ്റെ ഒക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടിട്ടൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം 75 നോക്കി കുഞ്ഞുങ്ങൾ. 75 ഫസ്റ്റ് 9 എഴുതുക, ഇൻറ്റു എഴുതുക കേട്ടോ. 9 എഴുതുക, ഇൻറ്റു എഴുതുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്പറായ 7 എഴുതുക
കേട്ടോ. ഫസ്റ്റ് നമ്പറായ 7 എഴുതുക. പിന്നെ കൂട്ടേണ്ടത് നോക്കിയേ 7 5 12. അപ്പോൾ ഇൻറ്റു ചെയ്യേണ്ടത് ഏതാണ്? ഫസ്റ്റ് നമ്പറും കൂട്ടേണ്ടത് ഏതാണ്? 2 നമ്പറും. ഇതെല്ലാം എന്താ നോക്കിക്കേ, 2 ഡിജിറ്റ് നമ്പറിൻ്റെയാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ നോക്കിയാൽ ഇത് 7, കാരണം എന്താ 7 71 79 വരെ 7. ഇത് നോക്കിയാൽ 8, കാരണം എന്താ ഫസ്റ്റ് നമ്പർ 8. ഇത് നിങ്ങൾ എന്നോട് കമൻറ്റ് ചോദിച്ചു ഈ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന എന്തിനാ പിന്നെ ഞങ്ങളോട് പറയുന്നതെന്ന് വേണ്ടേ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം അല്ലേ. എൻ്റെ കുഞ്ഞുങ്ങളെ ടെസ്റ്റ് ചെയ്തേക്കുന്ന കണക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായെങ്കിലേ നമുക്ക് അതിൻ്റെ എക്സർസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഓക്കെ ആണല്ലോ. ഈ 3 ഡിജിറ്റ് നമ്പർ ആവും നിങ്ങൾ നോക്കിയേ. 3 ഡിജിറ്റ് നമ്പർ ഇപ്പോൾ 2 ഡിജിറ്റ് ആയപ്പോൾ നമ്മൾ എന്താ 2 ഡിജിറ്റ് ആയപ്പോൾ നമ്മൾ എത്ര വെച്ചാണ് ചെയ്തതെന്നാക്കി അതിൻ്റെ ഫസ്റ്റ് നമ്പർ എഴുതിയിട്ട് അല്ലേ, ഫസ്റ്റ് നമ്പർ എഴുതിയിട്ട് പിന്നെ 2 കൂടി കൂട്ടിയാണ് എഴുതിയത്. അതാണ് 2 ഡിജിറ്റിൻ്റെ പ്രത്യേകത. എന്നാൽ 3 ഡിജിറ്റ് നമ്മൾ ഇത് നിങ്ങൾ നല്ലപോലെ കാണാൻ പഠിക്കാമെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. 3 ഡിജിറ്റിൻ്റെ കേട്ടോ. എന്തോന്നറിയാമോ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിക്കേ 100 അല്ലേ, 100 ആയപ്പം 11 വെച്ച് ചെയ്യണം കേട്ടോ. 11 9 99 11 × 9 99 + 1 100. മനസ്സിലായോ? ഈ +1 വന്നത് ഇതിൻ്റെ സമ്മാണ് കേട്ടോ. ഇത് മൊത്തവും കൂടെ കൂട്ടുന്നതാണ്. പിന്നെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് +1 +2 എന്നൊക്കെ പറഞ്ഞത്. എങ്ങനെ ഇവിടെ ഈ 1 വന്നത്? ഇത് 3 എണ്ണം കൂടെ കൂട്ടണം. 1 + 0 + 0 = 1. 2 + 0 + അതിൻ്റെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഡിജിറ്റിൻ്റെ വേറൊരു കണക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പം നമ്മളിത് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നോ അതാണ് ലാസ്റ്റിൽ എഴുതേണ്ടത്. മുമ്പേ അങ്ങനെ അല്ലായിരുന്നോ? ഇല്ലയോ? മുമ്പേ ലാസ്റ്റിൽ വന്ന ഏതാണ്? ഈ 3 എണ്ണം കൂടെ അല്ലെ, മുമ്പിലത്തെ 2 എണ്ണം കൂടെ കൂട്ടുമ്പോഴാണ് ലാസ്റ്റിൽ വരുന്നത്. ഇതും അത് തന്നെ നിങ്ങളെ ഇത് 3 എണ്ണം കൂടെ കൂട്ടി ലാസ്റ്റിൽ എഴുതുക. പിന്നെ നിങ്ങൾ നോക്കിയേ 200 ആണെങ്കിൽ 22, 300 ആണെങ്കിൽ 33. ഈ ഒരു ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. അപ്പം നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞ രീതി വെച്ചിട്ട് നമുക്ക് നോക്കി. ഇപ്പം 250 എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഈ 250 എന്ന് പറയുന്നത് 3 ഡിജിറ്റ് അല്ലേ. അപ്പം നമ്മൾ ആദ്യമേ എങ്ങനെ എഴുതണമെന്ന് നോക്കിയേ. 3 ഡിജിറ്റിന് നമ്മൾ ആദ്യമേ എങ്ങനെ നോക്കിയേ, ആദ്യമേ 200ൻ്റെ എടുക്കണം കേട്ടോ. 200നെ നമ്മളെ കാണാതെ പഠിച്ച രീതി അനുസരിച്ച് നോക്കിക്കേ. 200ന് ഏതാ വരുന്നത് നോക്കിക്കേ. കണ്ടോ? 200 9 × 2 ആയതുകൊണ്ട് 22 കേട്ടോ. ആ ക്ലൂ പഠിച്ച് വെച്ചേക്കണം. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇരുന്ന് 2 പഠിച്ച് അങ്ങ് പോവാന്നോ? ഇത് നിങ്ങളങ്ങ് കാണാതെ പഠിക്കണം ഇത് കേട്ടോ. കുഞ്ഞുങ്ങളെങ്ങനെ നോക്കിയേ. 500 ആണെങ്കിൽ 55, 600 ആണെങ്കിൽ 66. നോക്കിയേ, ഇവിടെയും 6 അല്ലേ. ഇത് നോക്കിയേ. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഇതങ്ങ് മനസ്സിൽ പതിഞ്ഞേക്കണം. അപ്പം നമ്മളോട് ചോദിക്കുക 800 ആണെങ്കിലോ 88. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ നമുക്കിവിടെ എത്ര 200 ആണ്. അപ്പോൾ എന്താ 22. ഏത് 22 നോക്കിയേ. 9 × 22 എന്ന് വെച്ചാൽ 22 അല്ലേ. 22 പ്ലസ് എത്ര? ഈ 2 തന്നെയാണ്. ഇവിടെ ഏതാണോ വരുന്നത് അത് തന്നെ എഴുതിക്കോ കേട്ടോ. ഇപ്പോൾ പിടികിട്ടിയോ? ഇനി 200 ആയിരുന്നോ നമ്മളോട് ചോദിച്ചേക്കുന്നത്? അല്ല, എന്താ 250. 50 2 ഡിജിറ്റ് കൊള്ളാം നമ്മളോടാ അല്ലേ. 2 ഡിജിറ്റൊക്കെ ഞങ്ങൾക്ക് പുല്ല അല്ലേ. നോക്കിയേ, ഫസ്റ്റ് ഡിജിറ്റ് എഴുതി, ഇൻറ്റു അടിച്ചു, പ്ലസ് 2 കൂടെ കൂട്ടണം, 5 0 5. ഇത്രയേ ഉള്ളൂ. 3 ഡിജിറ്റിൻ്റെ ആണ് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 3 ഡിജിറ്റ് മനസ്സിലാക്കി തന്നെ പോണേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ പല രീതിയിലും ചെയ്യാം കുഞ്ഞുങ്ങളെ. ഞാൻ ഫസ്റ്റിൽ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സിൽ കിടക്കുന്ന 4 എണ്ണവും കൂടെ എടുത്ത് കൂട്ടണം. ഞാൻ 2 രീതിയും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് അത് എഴുതുക. ഈ കിടക്കുന്ന ഈ ബ്രാക്കറ്റ്, അതായത് 9 × 22 9 × 5 അല്ലേ. 9 × 22 പ്ലസ് 9 × 5. നോക്കിയേ, ഇത് 2ഉം പിന്നെ ഏതാ വെക്കുന്നത്? ഈ 2 എഴുതാനുണ്ട്, പിന്നെ ഈ 5 എഴുതാനുണ്ട് അല്ലേ. ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്താ 9 × 22 പ്ലസ് 9 × 5. ഇതിനകത്തിൽ 2ലും പ്രധാനമായിട്ട് ആരാ വന്നത്? 9. ആ 9നെ ഇങ്ങ് വെളിയിൽ തട്ടുക കേട്ടോ. 2നകത്തിലും ആരാ വന്നേക്കുന്നത്? 9. അപ്പോൾ ആ 9നെ വെളിയിൽ തട്ടുക. ബാക്കി ആരൊക്കെയുണ്ട്? 22 പ്ലസ് 5 പ്ലസ് 5 × 2 7. അപ്പോൾ 9 ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു ആണ്. 22 5 27 പ്ലസ് 7. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അല്ലേ. ഇതിനെ വേണേൽ കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം കുഞ്ഞുങ്ങളെ? ഇതാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇല്ലയോ. ഇതില്ലയോ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും എഴുതണ്ട. ഈ 2ലും പൊതുവായിട്ട് വന്നേക്കുന്ന 9നെ എഴുതി വെക്കുക. 22 എന്താ 5 അല്ലേ. അല്ലെങ്കിൽ ഇതിങ്ങനെ വെട്ടി ഇത് കഴിഞ്ഞു. ബാക്കി 22ഉം 5ഉമാണ്. 22 പ്ലസ് 5 പിന്നെ 2 + 5 7.
നോക്കിയേ 9 27 ഇതിൻ്റെ അർത്ഥം ഇൻറ്റു കേട്ടോ. അപ്പം നമ്മൾ ഇനി ഇങ്ങനെ എഴുതണ്ട. 9 ഇൻറ്റു 25 22 5 27 പ്ലസ് 7 കണ്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. ഇതൊക്കെ ഭയങ്കര തലവേദനയായിട്ടെല്ലാം പുകഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതി അങ്ങ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടി ചെയ്യണം, വേണോ? ഒന്നുകൂടെ ചെയ്യാൻ നോക്കൂ നിങ്ങളിവിടെ. നമുക്കൊരു പിന്നെ ഇപ്പം 473 തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ. 3 ഡിജിറ്റ് നമ്പറാണ്. ഇനി ഇതിനെ വേറെ രീതിയിലും പറയാം. എന്തോന്നറിയോ, ഈ 3 എണ്ണവും കൂടെ അങ്ങ് കൂട്ടണം കേട്ടോ. 3 സംഖ്യയും കൂടെ അങ്ങ് കൂട്ടണം. എത്ര നോക്കിയേ, 7 3 10, 10 4 14. മനസ്സിലായോ? നമ്മൾ 400-ൻ്റെ എത്ര കുഞ്ഞുങ്ങളെ, 7 3 10, 10 4 14. അപ്പം നമുക്ക് എന്താണെന്നറിയോ, റിമൈൻഡർ 14 വരും. റിമൈൻഡർ 14 വരും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 400-നെ ചെയ്യണം. 473 ആണെങ്കിൽ നമ്മൾ ആദ്യമേ 400-നെ ചെയ്യുക, പിന്നെ 73-നെ ചെയ്യുക. 400-ൻ്റെ നമ്മൾ പഠിച്ചതാ എന്താ, 9 ആണ് ഫസ്റ്റിൽ എഴുതേണ്ടത്. 4 ആയപ്പം 4 4 അല്ലേ. 4 ആയതുകൊണ്ട് 4 4 പ്ലസ് 4 നമുക്കറിയാം ഇല്ലയോ. ഇതിന് കാണാതെ നമുക്ക് ഇത് 3-4 തന്നെ ചെയ്യണം കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ നമുക്കിത് എളുപ്പമാണ്. നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് ഏറ്റവും എളുപ്പമുള്ള പാഠമാണ്. ഇതിനല്ലേ എല്ലാം എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നതെന്നില്ലയോ. ഇല്ലേ, ഇപ്പം നിങ്ങളുടെ മനസ്സിലല്ലേ തോന്നിയത്? ഏത് ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങളിത് ചെയ്ത് നോക്കിയോ കുഞ്ഞുങ്ങളെ, അപ്പം മനസ്സിലാവും. ഇപ്പോൾ 73 എന്നറിയാൻ നമുക്കറിയാം അല്ലേ. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് 9 ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് നമ്പറായ 7 ഇടുക, പ്ലസ് 2 കൂടെ കൂട്ടുക 10. കണ്ടോ. ഇനി നമ്മൾ ഈ രീതി ചെയ്ത പോലെ ഒന്ന് പറഞ്ഞേ. ഈ 9 9 2-ലും 9 ഉണ്ട്, അത് നമ്മൾ എടുത്തെഴുതി ബ്രാക്കറ്റ് ഇടുക. 44 അല്ലേ, പ്ലസ് 7 ചെയ്തു. 10 4 14 9 അല്ലേ, ഇൻറ്റു 44 7 എത്ര കുഞ്ഞുങ്ങളെ, 44 7 കൂടെ കൂട്ടുമ്പോൾ എത്ര, 45 46 47 48 49 50 51 കേട്ടോ. 51 ബ്രാക്കറ്റ് പ്ലസ് 14 കണ്ടോ. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലായോ? എല്ലാം പുകഞ്ഞു പോയോ? 3 അക്ക സംഖ്യ എപ്പോൾ ചോദിച്ചു? നോക്കിയേ, ലാസ്റ്റ് നോക്കിയേ എത്ര വന്നേ നോക്കിയേ, 14. ലാസ്റ്റിൽ എത്ര വന്നത്, 14 കണ്ടോ, പ്ലസ് 14. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾ കേട്ടോ. 3 ഡിജിറ്റ് നമ്പറിൻ്റെ നമ്മൾ കുറേ ചെയ്തതാണ്. എന്നാലും ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ചെയ്ത് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്കിനി എന്താ, 4 ഡിജിറ്റിലോട്ട് കയറാം. 4 ഡിജിറ്റിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മൾ എന്താ 10-ൻ്റെ പഠിച്ചത് ഏതായിരുന്നു, 2 അക്ക സംഖ്യയുടെ. ഇനി ഞാൻ പറയണോ, 2 അക്ക സംഖ്യ എന്ന് വെച്ചപ്പോൾ 92 ആണ് 2 അക്കമെങ്കിൽ നമ്മൾ 9 എഴുതുക. ഫസ്റ്റ് സംഖ്യയായ 9 എഴുതുക. ഫസ്റ്റ് ഏതോ ആയിക്കോട്ടെ അത് എഴുതുക. പ്ലസ് എന്താ, ഇത് 2 കൂടെ കൂട്ടും, 9 2 11 അല്ലേ. ഇത്ര എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. 2 അക്ക സംഖ്യ ഇത്ര എഴുതിയാൽ മതി. 9 9 81, 81 11 കൂടെ കൂട്ടുമ്പോൾ 92 കേട്ടോ. ഇനി ഈ 11 വന്നാൽ ഇത് 2 കൂടെ കൂട്ടി വെക്കുക കുഞ്ഞുങ്ങളെ. 9 2 എത്ര, 11. മനസ്സിലായോ? 2 അക്ക സംഖ്യയുടെ പ്രത്യേകത മനസ്സിലായോ? 3 അക്കം ആണെങ്കിലോ, 3 അക്കവും നമ്മളിപ്പോൾ കുറേ പറഞ്ഞു, ഇനി അതിൻ്റെ കുറേ പോകണ്ടല്ലോ. 3 അക്കത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ഇതാണ്ട് ഇത് നല്ലതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതിപ്പോൾ ഞാൻ 3-ാമത്തെ പാർട്ടിലാണ് വീണ്ടും പറയുന്നത്. 10-ൻ്റെ ആണെങ്കിൽ നമുക്കറിയാം എന്താ, നമ്മൾ കുറേ ഇപ്പോൾ ചെയ്തു. നിങ്ങൾക്ക് ഇത് കേൾക്കുന്നതിൻ്റെ ഇപ്പോൾ ചേർത്തേടായിരിക്കും. 3 ഡിജിറ്റ് ആയപ്പോൾ നിങ്ങൾ ഇത് നല്ലപോലെ പഠിക്കുക. ഇത് നിങ്ങൾക്കൊക്കെ 800 ആയെങ്കിൽ 8 8 അല്ലേ, പ്ലസ് 8. 900 ആണെങ്കിൽ 9 9 പ്ലസ് 9, 555 പ്ലസ് 5. ഇങ്ങനെ അങ്ങ് കാണാതെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. എന്നാൽ 3 ഡിജിറ്റ് ആകുമ്പോഴും നമ്മൾ എന്താ അതേപോലെ താണ്ട കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മൾ പഠിച്ചത് മനസ്സിലായോ എന്തുവാന്ന കഥം. ഓക്കെ, 10 അല്ലേ. 10 ആയപ്പോൾ നമ്മൾ എന്താ 9 ഇൻറ്റു 1 അല്ലേ എടുത്തത്, എന്താ ഫസ്റ്റ് ഡിജിറ്റ് അല്ലേ. പ്ലസ് ഇത് 2 കൂടെ 1 അധികം 0 1 ആണല്ലോ. ഇനി 100 ആണെങ്കിൽ നമ്മൾ എത്ര എടുത്തത്, 9 ഇൻറ്റു 11 ആയിരുന്നു കേട്ടോ. 9 ഇൻറ്റു 11 പ്ലസ് 11 9 99 പ്ലസ് 1 അല്ലേ, ഇല്ലയോ. ഫസ്റ്റ് 2 ഡിജിറ്റ്, ഇത് 3 ഡിജിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യുന്നത് 4 ഡിജിറ്റ്. 4 ഡിജിറ്റ് നോക്കിയേ, 4 എന്താ ഇത് നോക്കി, 9 ഇൻറ്റു 1 1 1 3 1 കേട്ടോ. എത്ര 0 ഉണ്ടോ അത്രയും 1. ആ ക്ലൂ ഓർത്താൽ മതി. 1 2 3 1 2 3 1 2 1 2 1 1. ഓക്കെ, പ്ലസ് 1. ഇപ്പം പുരിഞ്ചിതാ
അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, സോറി 2 അതാണ് ഇവിടെ തന്നെ ഉണ്ട്. നോക്കിക്കേ, 2 ഡിജിറ്റ് ആണെങ്കിൽ 2 2 2 2 2, 3 ഡിജിറ്റ് ആണെങ്കിൽ 3 3 3, 4 ആണെങ്കിൽ 4 4 4, 5 ആണെങ്കിൽ 5 5 5, 6 ആണെങ്കിൽ 6 6 6. അതായത് എത്ര 0 ഉണ്ടോ അത്രയും 6 അടിച്ചാൽ മതി. എത്ര 0 ഉണ്ട്? 3 എണ്ണം അല്ലേ, അപ്പം 3 6 അടിക്കുക കേട്ടോ. ഇനി ലാസ്റ്റിലും എന്താ അത് തന്നെ. അപ്പം ഇതും കാണാതെ പഠിക്കുക. നമ്മൾ 4 ഡിജിറ്റ് ആയേ. നോക്കിക്കേ, 2ൻ്റെ നമ്മൾ പഠിച്ചു കേട്ടോ. ഏതൊരു സംഖ്യയുടെയും ഫസ്റ്റ് നമ്പർ എഴുതുക കേട്ടോ, മറക്കല്ലേ. ഫസ്റ്റ് നമ്പർ എഴുതുക, പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക. 2 ഡിജിറ്റ് അല്ല, ഇത് നോക്കിയാൽ 3 ഡിജിറ്റ് ആണെങ്കിൽ 11, അങ്ങനെയാണെങ്കിൽ 200 ആണെങ്കിൽ 22, 300 ആണെങ്കിൽ 33, 400 ആണെങ്കിൽ 44, അങ്ങനെ വെച്ച് ചെയ്യുക. 1000 ആണെങ്കിൽ 111, 2000 ആണെങ്കിൽ 222. ഓക്കെ, 2 2 2 2, 3 3 3. ഈ ക്ലൂ പഠിക്കുന്നവർക്ക് എളുപ്പമാണ്. ഓക്കെ ആണോ? നല്ലപോലെ അറിയാമല്ലോ, മനസ്സിലാവുന്നുണ്ടോ? അതാണ്ട് ഇത് നോക്കിക്കേ, ഇത് കാണുമ്പോൾ എല്ലാം അറിയല്ലേ, പക്ഷേ ചെയ്യുമ്പോഴാണ് പാട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ചോദ്യം നോക്കിയേ, 4827. 4827. മനസ്സിലാവുന്നുണ്ടോ? 4 സംഖ്യയായി കേട്ടോ. നമ്മൾ 2 ആയി, 3 ആയി, 4 ആയി. ഒന്നും പേടിക്കണ്ട, നമ്മളോടാ. നോക്കിക്കേ, 4827. അപ്പം 4000-നെ എഴുതിക്കേ. 4000 എന്ന് എഴുതുന്നത് എങ്ങനെയാ? ഏത് വന്നോ, 1000 2000 3000 ഏതോ വന്നോ, ഫസ്റ്റ് 9 ഇൻറ്റു അല്ലേ 4000. 4 ഡിജിറ്റാണ്. അപ്പം എന്താ? 4 4 4. എത്ര 0 ഉണ്ടോ അത്രയും 4 ഇടുക. പ്ലസ് ഇതെല്ലാം കൂടെ കൂട്ടുക. 4 + 0 + 0 + 0 എത്ര? 4 തന്നെ. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അപ്പം 4000-ൻ്റെ ചെയ്തു. അടുത്ത ആരാ? 800-ൻ്റെ ചെയ്യുക. 3 ഡിജിറ്റ് അല്ലേ. 3 ആണെങ്കിൽ എന്താ? 9 ഇൻറ്റു 800-ൻ്റെ എത്ര ആയിരുന്നു? 800 എത്ര? 88 അല്ലേ. 800 ആയപ്പോൾ 88. എങ്ങനെയായി 88 വന്നേ? എങ്ങനെ? 8 ആയപ്പം എത്ര 0 ഉണ്ടോ അത്ര 8 കേട്ടോ. ഇതൊക്കെ പഠിച്ചോ? പഠിച്ച് കാണുമോ? നോക്കിക്കേ, 8 കേട്ടോ. അടുത്ത എത്ര? 27. 9 എഴുതി. ഫസ്റ്റ് ഡിജിറ്റ് 2 പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുക. ഈ 2 ഡിജിറ്റിനേ ഉള്ളൂ കേട്ടോ, കാരണം ബാക്കിയുള്ളതെല്ലാം 0. അല്ലാത്ത ചെയ്യാനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. മനസ്സിലായോ? ഇനി നമ്മൾ എളുപ്പവഴി വെച്ച് പറഞ്ഞായിരുന്നു. ഇതിനകത്തിൽ 3-ലും നോക്കിയേ, 3-ലും ആരാ ഇവിടുത്തെ പ്രധാനി ആരാ? 9. അപ്പം നമ്മൾ അതിനെ വെളിയിലിടുക. ഈ 3 എണ്ണത്തിലെ ആളാരാണ്? 9. 9-നെ വെളിയിലിട്ടേ കുഞ്ഞുങ്ങളെ. ബാക്കിയുള്ള ഇടത്തെ 444 പ്ലസ് 88 പ്ലസ് 2. ഇനി ഇത് നോക്കിയേ, 8 4 9. 4 + 8 + 9 അല്ലേ. നോക്കിയേ, 9. കൂട്ടാനറിയാമോ? കാൽക്കുലേറ്റർ ഉണ്ടല്ലോ ഇപ്പോൾ, ഇല്ലയോ? 4 4 4 8 8 2. അതിൻ്റെ താഴെ എഴുതി വെക്കണം കേട്ടോ. 8 2 10, 10 4 14, ശിഷ്ടം 1. 8 4 12, 1 13, ശിഷ്ടം 1. 539 × 534 പ്ലസ് 9 4 13, 13 8 13 7 21 അല്ലേ. 21. ഇത്രയേ ഉള്ളൂ. സംശയം, ഈ 21 തന്നെയാണോ ഇവിടെ വരുന്നത് എന്നറിയാൻ എന്തോ ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ. ഈ 4 എണ്ണം കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. 4 + 8 + 2 + 7 എന്താ? 7 2 9. 9 8 9 8 എത്ര? 17 അല്ലേ. 17 4 21. മനസ്സിലായോ? ഇത് 4 എണ്ണം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. അപ്പം 21 വരുന്നോന്ന് കേട്ടോ. ഇതിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മുമ്പ് 3 ഡിജിറ്റ് ചെയ്തപ്പോഴും ഇതേപോലെയായിരുന്നു. ലാസ്റ്റിൽ എത്ര വരുന്നത് അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി കൂട്ടുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ 9-ൻ്റെ ഗുണിതങ്ങളെല്ലാം ആദ്യം കൂട്ടിയിട്ട് 9-ൻ്റെ തന്നെ മറ്റൊരു ഗുണിതമാക്കാമല്ലോ എന്നാ പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്കിപ്പോൾ നോക്കിയേ, 9 × 534 വന്നാൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇത് ഇത്രയും കൂട്ടി പ്ലസ് 21. ഈ 21-നകത്ത് പോയി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ലാസ്റ്റ് 21 വന്നല്ലോ. 21 9-ൻ്റെ ടേബിളിൽ വരത്തില്ലയോ നിങ്ങളെ? 21 എത്ര? 21 എന്ന് പറയുന്നത് 9-ൻ്റെ ടേബിളിൽ വരുമോന്ന്? വരുമോ? നോക്കിയേ.
എത്ര 21. 21 വെച്ചാൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2 1 3 അല്ലേ വരുന്നത്. അപ്പോൾ ശിഷ്ടം 3 വരും. നോക്കിയേ 21നെ 9 വെച്ച് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 1 9 9 2 9 18 അല്ലേ. 21 18 പോലെ എത്ര? 18 19 20 21. കണ്ടോ? ഇത് രണ്ടിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ 3 അല്ലേ വന്നത്. അപ്പോൾ ശിഷ്ടം എത്ര വന്നു? 3 വന്നു. പുകഞ്ഞു പോയോ? മായിച്ചല്ല. ഇത് ഈ ഓക്കെ ആണല്ലോ, ഇവിടെ വരെ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് അവരെ 35 വെച്ച് നിങ്ങളൊന്ന് ചെയ്യൂ. ഏത് എണ്ണൽ സംഖ്യയും നമ്മൾ ഈ പച്ച ബോക്സാണ് ഈ നോക്കി പോകുന്നത് കേട്ടോ. 9 വെച്ച് ഈ ചെയ്തതാണ് ഇതുവരെ പറഞ്ഞത്, മനസ്സിലാക്കി പോണേ. അതുപോലെ പേജ് നമ്പർ 152 ഏത് എണ്ണൽ സംഖ്യയും 9ൻ്റെ ഗുണിതവും പിന്നെ സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും കൂട്ടിയതാണ്. ഏത് എണ്ണൽ സംഖ്യയും 9ൻ്റെ ഗുണിതവും സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും കൂട്ടിയതാണ്. അവർ പറയുക 35 എന്ന് പറഞ്ഞു. അവർ പറയുന്നുണ്ട് കേട്ടോ, അല്ല നമ്മളൊന്നും പറഞ്ഞല്ല. 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ടെസ്റ്റിൽ പറഞ്ഞതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. 35 നേരത്തെ നമ്മൾ കണ്ടതനുസരിച്ച് രണ്ടക്ക സംഖ്യയെ എങ്ങനെ നമ്മൾ പിരിച്ചെഴുതി? 35 എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞാൽ? 9 എഴുതുക അല്ലേ, ഫസ്റ്റ് ഡിജിറ്റായ 3 എഴുതുക അല്ലേ, അല്ലയോ? 3 എഴുതുക. പിന്നെ നമ്മൾ എഴുതണം, ഇത് രണ്ടും കൂടെ കൂട്ടണം. 9 3 5 കൂടെ കൂട്ടണം. അപ്പോൾ എങ്ങനെ? 9 × 3 പ്ലസ് 5 3 8 ഇങ്ങനെ വന്നു. അപ്പോൾ 35നെ 9 കൊണ്ട് ഹരിച്ചാൽ 35നെ 9 കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം എന്താണ്? മിച്ചം മീൻസ് ശിഷ്ടം എന്താണ് കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഉണ്ട് കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഉണ്ട്. എന്താ? രണ്ടും കൂടെ ആണ് ഈ പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? അതായത് വേണ്ടേ, Zine, earlier it's quite easy to split a 2-digit number like this. For example, 35. What is the remainder on dividing 35 by 9? 35നെ നമ്മൾ 9 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയോ നിങ്ങളെ. ഇപ്പം 35നെ 9 വെച്ച് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ അല്ലേ. എത്ര? 1 9 9 2 9 18 3 9 27 3 9 27 അല്ലേ. അല്ലയോ? 35 27 പോയാൽ എത്ര? 27 28 29 30 31 32 33 34 35 എത്ര വന്നു? 8 വന്നു അല്ലേ. ശിഷ്ടം എത്ര വന്നത്? 8 വന്നു. അതായത് നമ്മളോട് ചോദിച്ചാൽ എത്ര? 8 വന്നു. ഡിവൈഡിങ് അല്ലേ, റിമൈൻഡർ എത്ര വരും? 8 വരും. നോക്കിക്കേ, മുമ്പ് നമ്മൾ ചെയ്ത രീതി അനുസരിച്ച് ഇവിടെ എത്ര വന്നേ? 8. കാരണം എന്താ? ഇത് രണ്ടും കൂടെ കൂട്ടി 5 3 8 കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ പറഞ്ഞ രീതി അനുസരിച്ച് 65 ഒന്ന് ചെയ്യാൻ നമ്മളോട് പറയുക. ഇത് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചുകൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താ? 9 എഴുതുക അല്ലേ, ഫസ്റ്റ് ഡിജിറ്റായ 6 എഴുതുക, പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുക, 6ഉം 5ഉം കൂടെ കൂട്ടുക. നോക്കിയേ, 9 × 6 അല്ലേ, പ്ലസ് 9 × 6 പ്ലസ് 6ഉം 5ഉം 11. ഈ 11 എന്ന് പറയുന്നത് നോക്കണേ, 9ൻ്റെ ടേബിളിൽ വരുന്നതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 11നെ 9 കൊണ്ടൊന്ന് ചെയ്തേ കുഞ്ഞുങ്ങളെ. 11നെ 9 1 9 9. ശിഷ്ടം എത്ര വന്നു? 10 11 2 വന്ന്. ശിഷ്ടം എത്ര? 2. അപ്പോൾ ഈ ഒന്നും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടണം. ഏതാണെന്നറിയോ? 6 വെട്ടമല്ല, അവിടെ 7 വെട്ടം വരുന്നുണ്ട്. പ്ലസ് ശിഷ്ടം എത്ര? 2 വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ 9 6 54 വന്നു കുഞ്ഞുങ്ങളെ അല്ലേ. 9 6 54 വന്നു അല്ലേ. പക്ഷേ ഇവിടെ എത്ര? 65 അപ്പോൾ ബാലൻസ് 11 എഴുതി. നമുക്ക് ഈ ബാലൻസ് 11 വന്നപ്പം ഈ 11 എന്ന് പറയുന്നതും 9ൻ്റെ ടേബിളിൽ വരുന്നതല്ലയോ എന്ന് ചോദിക്കും അല്ലേ. ഇല്ലയോ? 11 എന്ന് പറയുന്നത് 9ൻ്റെ ടേബിളിൽ വരും അല്ലേ. 1 9 9 വരുന്നുണ്ട്. അപ്പോൾ ആ ഒന്നും കൂടെ നമ്മൾ ഈ 6ൻ്റെ കൂടെ കൊടുത്ത് അങ്ങ് 7 ആക്കി കേട്ടോ. ബാക്കി എന്താ? ശിഷ്ടം 2. അറിയത്തില്ലെങ്കിൽ വിട്ടേരെ, തെറ്റിക്കരുത് കേട്ടോ. ഇവിടെ വരെ അറിയത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക കേട്ടോ. ഇത് 9 കൂടുതൽ വന്നതുകൊണ്ടാണ്. 9 ഇതൊക്കെ 8 ഉള്ളൂ. ഇതുവരെ ചെയ്തെല്ലാം നമ്മൾ എന്താ? 9 താഴെയുള്ളതാണ്. പക്ഷെ 9 മുകളിൽ കയറി കഴിഞ്ഞാൽ ഇത് 11 വന്നു. 11 ആണെങ്കിൽ എന്ത് ചെയ്യും? 9 കൂടുതലല്ലേ, അപ്പോൾ 9 അതിനകത്ത് വരത്തില്ലേ? 11-നകത്തിൽ ഒരു വട്ടം വരത്തില്ലേ? ആ ഒന്നും കൂടി എന്താ? ഇവിടെ 6 വട്ടമുണ്ട്. 6 9 54. അപ്പോൾ നമ്മൾ 7 9 63 വരും കേട്ടോ. 7 9 63 ശിഷ്ടം 2. അപ്പം മനസ്സിലായോ? അങ്ങനെ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇനി 9 കൂടുതലാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തോട്ട് ആ ഒന്നുകൂടി ഇട്ട് കൊടുക്കണമെന്ന്. ടെസ്റ്റ് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ?
മിച്ചം 2 കിട്ടും എന്ന് നമ്മളോട് പറഞ്ഞു അല്ലേ. ശിഷ്ടം 2 വന്നു. ഇതുപോലെ 876-നെ 9 കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം നമുക്ക് എങ്ങനെ കണക്കാക്കാം? ടെസ്റ്റിൽ തന്നെ ഇതിനകത്ത് എക്സസൈസ് വളരെ കുറവാകും നിങ്ങൾ കേട്ടോ. ടെസ്റ്റിൽ തന്നെ എല്ലാം പറഞ്ഞിരിക്കുകയാണ്. 876-നെ കേട്ടോ 9 കൊണ്ട് ഹരിക്കണം. 9 കൊണ്ട് ഹരിക്കണം. അതെ, ഹൗ ഡു വി ഫൈൻഡ് ദ റിമൈൻഡർ ഓൺ ഡിവിസിബിൾ 876/9? അപ്പം നോക്കാം നമ്മളെങ്ങനെ 3 ഡിജിറ്റ് അല്ലേ ഇല്ലയോ? 3 ഡിജിറ്റ് ആകുമ്പോൾ എങ്ങനെ ചെയ്യും? ഓർമ്മയുണ്ടോ? 3 ഡിജിറ്റ് ആകുമ്പോൾ എങ്ങനെ ചെയ്യും? ആദ്യമേ 876-നെ ആദ്യം 800 കൊണ്ട് ചെയ്യണം, പിന്നെ 76 കൊണ്ട് ചെയ്യണം. 800 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 9 ഫസ്റ്റ് എഴുതുക, 8 അല്ലേ വന്നത് അല്ലേ? 8 ആകുമ്പോൾ എത്ര? 2 0, അപ്പോൾ 88 പ്ലസ് 8. 76 ആയപ്പോൾ 9 ഇൻറ്റു 76 ആയപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 7 പ്ലസ് 2 കൂടെ കൂട്ടുക, 7 6 13 കണ്ടോ? 13. ഇപ്പോൾ പിടികിട്ടിയോ? ഇനി ഇത് രണ്ടിലും പൊതുവായിട്ട് വന്നേക്കുന്ന ആരാ നോക്കി കുഞ്ഞുങ്ങളെ? ഇതിൽ രണ്ടിലും പൊതുവെ 9 ആണ്. ആ 9-നെ വെളിയിലിടുക. 88 പ്ലസ് 7 പ്ലസ് 8 അധികം 13 9 ഇൻറ്റു 88-ഉം 7-ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 88-ഉം 7-ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരും കുഞ്ഞുങ്ങളെ? 88 89 90 91 92 93 94 95 അല്ലേ? 95 അല്ലേ? പ്ലസ് 13 8 13 14 15 16 17 18 19 20 21 കണ്ടോ? 21 ആണോ? ഇത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ആണോ കുഞ്ഞുങ്ങളെ? ഇനി നോക്കിക്കേ, 21 ലാസ്റ്റിൽ വന്നേ. 9-ന്റെ ടേബിൾ നോക്കിയേ. 9-ന്റെ ടേബിൾ 21 പറ്റുമോ നോക്കിയേ? പറ്റുമോ? നമുക്ക് നോക്കാം. ഇതുവരെ ചെയ്ത എല്ലാവേ നമ്മൾ 9-ന്റെ ടേബിൾ വരുമ്പം ഈ ലാസ്റ്റ് റിമൈൻഡർ, ഈ +2 എന്ന് പറയുന്നത് ഈ പ്ലസ് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാം റിമൈൻഡർ ആണേ കേട്ടോ. ഇപ്പം നോക്കി, അതായത് ഇത് റിമൈൻഡർ ആണ്. 95 × 9 ചെയ്തുമ്പോൾ അതിൻ്റെ ബാക്കി റിമൈൻഡർ ആണ് ഈ ബാക്കി വരുന്ന എല്ലാം കേട്ടോ. അത് ഓർത്തോണേ. അപ്പം ഈ 21 9-ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? എത്ര കുഞ്ഞുങ്ങളെ? 2 9 18 അല്ലേ? ശിഷ്ടം 19 20 21 3 വരുന്നുണ്ട്. ശിഷ്ടം 3 അല്ലേ? ഇനി ഈ 2 കൂടെ കൂട്ടിയേ, 2 1 കൂടെ കൂട്ടിയേ, അപ്പോഴും എന്താ? 3 വരുന്നുണ്ട്. അപ്പം ശിഷ്ടം അവിടെ എന്തോ വരുന്നുണ്ട്? 3 വരുന്നുണ്ട് കേട്ടോ. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതായത് ഈ 21-നെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ എത്ര? 9 വെച്ചെടുക്കുക അല്ലേ? 9-ന്റെ ടേബിളിൽ 2 9 18 വരുന്നുണ്ട്. പ്ലസ് ശിഷ്ടം എത്ര? 3 കണ്ടോ? ഇങ്ങനെ വരുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്ത് വന്നു കുഞ്ഞുങ്ങളെ? ഇത് നിങ്ങളൊന്ന് കൂട്ടിക്കേ. 8 7 6 കൂട്ടി എത്ര വരുമെന്ന്? 8-ഉം അതായത് 3 ഡിജിറ്റ് നമ്പർ അല്ലേ? 3 ഡിജിറ്റ് നമ്പർ. അതായത് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട് 876-ലെ 9-ന്റെ ഗുണിതവും 21-ലെ 9-ന്റെ ഗുണിതവും കൂട്ടുമ്പോൾ 9-ന്റെ മറ്റൊരു ഗുണിതമാകും. 876 എന്ന സംഖ്യ 9-ന്റെ ഒരു ഗുണിതത്തിനോട് 3 കൂട്ടിയതാണ്. അതായത് 876-നെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ത് വരുമെന്നാ? 3 വരും എന്നാ പറഞ്ഞത്. മനസ്സിലായോ? 876 എന്ന് വെച്ചാൽ 8 + 7 + 6. നോക്കിക്കേ, 8-ഉം 7-ഉം എത്ര കുഞ്ഞുങ്ങളെ? കാണാൻ പറ്റുന്നില്ലയോ? 876 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-ഉം 7-ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 7 7 14 15 അല്ലേ? 15-ഉം 6 കൂടെ കൂട്ടുമ്പോൾ എത്ര? 21 കേട്ടോ. ഈ 21 എന്ന് പറയുന്നത് 9-ന്റെ ടേബിളിൽ ചെയ്തു നോക്കുക. എത്ര? 2 9 18 ശിഷ്ടം 3. അപ്പോൾ എന്താ? ശിഷ്ടം എന്ത് വരും? ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്ര വരുമെന്നാണ് പറയുന്നത്? 3. റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നത് 3 വരുമെന്ന് കേട്ടോ. ഇത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞതാണ്. അപ്പം വേണ്ട 29, അത് വേറെ സംഖ്യ. ഇവിടെ വരെ നോക്കിക്കേ, 21 കിട്ടിയത് എങ്ങനെയാണ് എന്ന് നമ്മളോട് ചോദിച്ചായിരുന്നു. 3 കിട്ടിയത് എങ്ങനെയാ? 9 കിട്ടിയത് എങ്ങനെയാന്ന് കണ്ടേ. 21 കിട്ടിയത് എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ രീതി ചെയ്തപ്പോഴാണ് 876-നെ അല്ലേ തന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 21 വരെ കിട്ടി. അവിടെ വരെ നമ്മൾ ഓക്കെയാ അല്ലേ? ഇനി നമ്മൾ ആ 21-നെ വീണ്ടും എന്ത് ചെയ്തു? 9-ന്റെ ടേബിൾ എടുത്തപ്പോൾ ശിഷ്ടം നമുക്ക് എന്ത് വന്നു? 3 വന്നു കേട്ടോ. അതാണ് ഈ പറയുന്നതൊക്കെ. ഏത് സംഖ്യയും 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം
സംഖ്യയുടെ അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടമാണ്. കേട്ടോ, ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണെങ്കിൽ സംഖ്യയും 9ന്റെ ഗുണിതം തന്നെയാണ് എന്ന. കേട്ടോ, ഇത് നിങ്ങൾ കുറച്ചുകൂടി എളുപ്പവഴി എന്ന് വെച്ചാൽ നമ്മളോടിപ്പോൾ ഒരു 3 അക്ക സംഖ്യ പറയാമോ നിങ്ങൾ? ഇപ്പം 346 എന്ന് പറയുന്ന ഒരു സംഖ്യ അറിയാം, 3 അക്ക സംഖ്യയല്ലേ. ഇത് 3 കൂട്ടുക, ഡിവിസിബിലിറ്റി എന്നൊക്കെ പറയുന്ന എന്താ CBSEക്ക് പഠിക്കാനുണ്ട് ഇത് കേട്ടോ. അപ്പോൾ ഇത് 3 കൂട്ടുക, 3 4 അധികം 6, 6 4 10 3 13. ഈ 13 എന്ന് പറയുന്നത് എന്താ, 9ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? 13 9ന്റെ ടേബിളിൽ 1 9 9 9 10 11 12 13 4 ശിഷ്ടം 4 വരും. അപ്പോൾ അത് 9ന്റെ ടേബിളിൽ ഒരു വട്ടം വരും, ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 4 വരും. ഇതാണ് അറിയേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് എക്സർസൈസിലോട്ട് കയറാം. നമ്മളിങ്ങനെ പറഞ്ഞ് 3ന്റെ വരുന്നുണ്ടോ 4ന്റെ വരുന്നുണ്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറേ ചെയ്തു, നമുക്കൊരു എക്സർസൈസ് കൂടെ ചെയ്യാം. നിങ്ങളെ നോക്കിക്കേ, ഞാനിതിൽ തന്നെ അങ്ങ് കാണിക്കാം. അതെ, ഇതാണ് സംഭവം. അത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും രണ്ടും ഉണ്ട്, രണ്ടും കാര്യം. കാണാൻ പറ്റുന്നുണ്ടല്ലോ, രണ്ടുപേർക്കും കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടല്ലോ, ഓക്കെ ആണല്ലോ, കണ്ടോ? അതായത് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ, ചുവടെയുള്ള പട്ടിക. നമ്മുടെ എക്സസൈസ് ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് അതിൽ സം ഓഫ് ദ നമുക്ക് 664 തന്നിട്ടുണ്ട്, അതായത് 764 തന്നിട്ടുണ്ട്. അതിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ എന്താ, തുക അല്ലേ? ഞാൻ അതിനകത്തിൽ ഒരെണ്ണം ചെയ്ത് കാണിക്കുന്നില്ല. തുക എങ്ങനെയാണെന്നറിയോ? തുക കാണുന്നത് ഇത് കൂട്ടുക എന്ന് കേട്ടോ. അതായത് ഫസ്റ്റ് നോക്കി, 764 നമ്മുടെ ചോദ്യം. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടേ, 764. 764 എന്ന് വെച്ചാൽ 7 അധികം 6 അധികം 4. ഇതാണ് ഇവർ ഈ സം എന്നുദ്ദേശിക്കുന്നത് കേട്ടോ. സമ്മ് അല്ലെങ്കിൽ തുക എന്നുദ്ദേശിക്കുന്നത് എന്താണ്? ഇത് 3 കൂടെ കൂട്ടിയതാണ്, കാരണം 3 ഡിജിറ്റ് നമ്പർ അല്ലേ. നോക്കിയേ, 6 4 10 4 17. കണ്ടോ, ഈ 17 ഈ 17. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാ സമ്മ് കാണാൻ നമുക്കറിയാമല്ലോ അല്ലേ. നോക്കിയേ, 954 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 9 അധികം 5 അധികം 4 കേട്ടോ. അങ്ങനെ എഴുതുക. ഇനി ഇത് 9ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? 17 എന്ന് പറയുന്നത് 9ന്റെ ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ടോ? ഒരു 9 9 അല്ലേ? ഒരു 9 9. ശിഷ്ടമോ? ഒരു 9 9. ശിഷ്ടം എത്ര വരും കുഞ്ഞുങ്ങളെ? 8 വരും അല്ലേ? ശിഷ്ടം 8. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. റിമൈൻഡർ 8 വന്നു. കണ്ടേ, റിമൈൻഡർ 17 9 8 വന്നു കേട്ടോ. അതാണ് ഫസ്റ്റ്. ഇനി 3ന്റെ ടേബിളിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ. 17നെ 3ന്റെ ടേബിളിൽ എത്ര? 5 3 15. ശിഷ്ടം 2 വന്നു. നോക്കിക്കേ, ശിഷ്ടം അല്ലെ റിമൈൻഡർ 2 വന്നു. മനസ്സിലായോ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്? ആദ്യമേ തുക അല്ലേ, സമ്മെന്ന് വെച്ചാൽ എന്താണ്? തന്നിരിക്കുന്ന 3 നമ്പറുകളും കൂട്ടുക കേട്ടോ. 17. പിന്നെ 9ന്റെ ടേബിളിൽ ഇത് വരുന്നുണ്ടോ? 9ന്റെ ടേബിളിൽ ഒരു വട്ടം വരുന്നുണ്ട്. ശിഷ്ടം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. ചോദിക്കുന്നതിനാണ് മറുപടി കേട്ടോ. എന്താണ്? 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം. റിമൈൻഡർ 8 വന്നു. 3 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം 2 വന്നു. ഇനി ഇത് 9ന്റെ ടേബിൾ ആണോ അല്ലയോ? ആണോ കുഞ്ഞുങ്ങളെ? ഇത് 9ന്റെ ടേബിളും അല്ല, കാരണം എന്താ? ശിഷ്ടം വന്നു അല്ലേ. 3യുടെ ആണോ? അല്ല കേട്ടോ. അത് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇപ്പം പിടി കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് എത്ര? 764. എന്താ നിങ്ങളെ? 764. നമുക്കത് ചെയ്യാം. നോക്കിയേ, 764 അല്ലേ? എങ്ങനെ എഴുതും? 7 അത് നമ്മളിപ്പോൾ ചെയ്തല്ലോ അല്ലേ. അടുത്ത 954 അല്ലേ? എങ്ങനെ എഴുതും? 9 അധികം 5 അധികം 4 അല്ലേ? എത്ര? 5 4 9 9 18. ബും 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 18 അല്ലേ? 18. ഈ 18 എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്ര എഴുതും? നോക്കിയേ, സം എന്ന് പറയുന്നിടത്ത് അല്ലേ എത്ര എഴുതും? 18. വന്ന എങ്ങനെയാണെന്ന് അറിയണേ. എന്താ? 9 അധികം 5 അധികം 4 ആണ് 18 കേട്ടോ. ഇനി ഇത് 18 എന്ന് പറയുന്നത് 9ന്റെ ടേബിളിൽ വരുമോ കുഞ്ഞുങ്ങളെ? വരും. എത്ര? 2 9 18 അല്ലേ? അപ്പോൾ എത്ര എഴുതും അവിടെ നമ്മൾ? എത്രയാ? 2. അവിടെ നമ്മളോട് ചോദിച്ചാൽ ശിഷ്ടം വല്ലതും ഉണ്ടോയെന്നോ? എത്ര വെട്ടമെന്നല്ല, റിമൈൻഡർ ശിഷ്ടം വല്ലതും വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ 3ന്റെ ടേബിളിൽ 18 വരുമോ? എത്ര? 6 3 18. ശിഷ്ടം വരുന്നില്ല, അവിടെയും 18. ഇനി ഇതിൻ്റെ ടേബിൾ ആണോ? അതെ കേട്ടോ. 9ന്റെയും 3ന്റെയും ടേബിളാണ്. യെസ് അതെ ഓക്കെ ആണോ? അടുത്ത 582. 5 + 8 + 2. 8 2 10 15 ഇവിടെ വരുന്നത്. 15 9ന്റെ ടേബിളിൽ വരുന്നുണ്ടോ?
15 15 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ നോക്കിയേ, ഒരു 9 9, 10 11 12 13 14 15. ശിഷ്ടം നോക്കിയേ എത്ര വന്നേ, 6 വന്നത്. ശിഷ്ടം എത്ര കുഞ്ഞുങ്ങളെ, 6 വന്നു. പിന്നെയോ 3ൻ്റെ ടേബിളിലോ 15, 3ൻ്റെ ടേബിളിൽ എത്ര, 5 3 15 0. അതിൻ്റെ 0 വന്നു അല്ലേ, ശിഷ്ടം 0 ആണ്. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 9 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ കേട്ടോ, ഉണ്ടോ, ഇല്ല, നോ. പക്ഷേ 3യുടെ ടേബിളുണ്ടോ, യെസ് ഉണ്ട് കേട്ടോ. മനസ്സിലായോ, 9ൻ്റെ ടേബിളിൽ 15 വരുന്നില്ല കേട്ടോ. മൾട്ടിപ്പിൾ ഓഫ് 9 ഇല്ല, പക്ഷേ മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ട്. അടുത്ത 4 8 0 8, 4 അധികം 8 അധികം 0 അധികം 8 എത്ര വരും, 20 വരും കേട്ടോ. ടോട്ടൽ 8 8 16 4 20. 20 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ, 20 9ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ, 2 9 18. ശിഷ്ടം 2 ശിഷ്ടം അവിടെ 2 വരുന്നുണ്ട്. ഇനി 3ൻ്റെ ടേബിളിൽ 20 വരുന്നുണ്ടോ, 6 3 18. ശിഷ്ടം 2 അവിടെയും 2 വരുന്നത്. അപ്പോൾ ഇതെന്താ, 2 നൊന്നോ ഇല്ലേ, 2 ഇല്ല. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? നമ്മളോട് ചോദിച്ചതിന് മാത്രം നമ്മൾ മറുപടി പറഞ്ഞാൽ മതി കേട്ടോ. സമ്മെന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, തുക. ഇതെല്ലാം കൂടെ കൂട്ടുക അല്ലേ. ഇത് 9ൻ്റെ ടേബിളിൽ പറ്റുന്നുണ്ടോ, 3ൻ്റെ ടേബിളിൽ പറ്റുന്നുണ്ടോ? ശിഷ്ടമാണ് നമ്മളോട് ചോദിച്ചത്, പറ്റുന്നുണ്ടോ എന്നല്ല സത്യത്തിൽ ചോദിച്ചത്. ഇതിൻ്റെ റിമൈൻഡർ എത്ര ആണെന്നാണ് ചോദിച്ചത് കേട്ടോ. ഇനി അത് 9ൻ്റെ ടേബിളാണോ 3ൻ്റെ ടേബിളാണോ എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വരെ മതി കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഇനി കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ പാർട്ട് 3 ഇത്രയും മതി. പാർട്ട് 4ൽ നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ.